this is Saji from English Academy. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് prepositions of time ആണ് അല്ലേ? സമയത്തിന്റെ കാര്യം വരുന്ന സമയത്ത് എവിടെയൊക്കെയാണ് at ഉപയോഗിക്കുക, എവിടെയൊക്കെയാണ് in, എവിടെയൊക്കെയാണ് on ഉപയോഗിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ആണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് prepositions of place ആണ്. അതായത് ഇതേ at, on, in എവിടെയൊക്കെയാണ് നമ്മൾ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ in ഉപയോഗിക്കുന്നത് ഒരു വസ്തുവിന്റെ ഉള്ളിൽ, ഒരു വസ്തുവിനകത്ത് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉള്ള ഏരിയ അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ ഉള്ളിൽ എന്ന അർത്ഥത്തിലാണ് in ഉപയോഗിക്കപ്പെടുന്നത്. on ഉപയോഗിക്കുന്നതോ ഒരു വസ്തുവിന്റെ ഉപരിതലത്തിൽ, സർഫസിൽ എന്ന അർത്ഥത്തിലാണ് on ഉപയോഗിക്കുന്നത്. എന്നാൽ at ഉപയോഗിക്കുന്നത് ഒരു എക്സാക്ട് പോയിന്റ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? at യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മൈ കീസ് ആർ ഇൻ ദ ബാഗ്. എന്റെ കീസ് ബാഗിനകത്താണുള്ളത് അല്ലെ. അപ്പൊ ബാഗിനുള്ളിൽ എന്ന് കാണിക്കാൻ അവിടെ നമ്മൾ in യൂസ് ചെയ്തു. മൈ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ. എന്റെ ഫോൺ മേശപ്പുറത്താണുള്ളത്. അപ്പൊ മേശയുടെ ഉപരിതലത്തിൽ എന്ന് കാണിക്കാൻ അവിടെ നമ്മൾ on യൂസ് ചെയ്തു. മൈ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ. ഐ ആം അറ്റ് ദ ഡോർ. ഞാൻ ഡോറിന്റെ അടുത്താണുള്ളത്. അപ്പൊ ഒരു സ്ഥലത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഏരിയയിൽ എന്ന് കാണിക്കാൻ, സ്പെസിഫിക് ആയിട്ട് ഒരു ലൊക്കേഷൻ കാണിക്കാൻ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? at യൂസ് ചെയ്തു. ഇനി in എന്നുള്ള പ്രിപ്പോസിഷൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ അകത്ത്, അതിന്റെ ഉള്ളിൽ എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? in യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ റൂം, റൂമിനകത്ത്; ഇൻ ദ ബാഗ്, ബാഗിനകത്ത്; ഇൻ ദ ബോക്സ്, ബോക്സിനകത്ത്; ഇൻ ദ ഷെൽഫ്, ഷെൽഫിനകത്ത്. അതുപോലെ കൺട്രീസ്, സ്റ്റേറ്റ്സ്, ഡിസ്ട്രിക്ട്സ്, സിറ്റീസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ in ആണ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ; ഇൻ കേരള, കേരളത്തിൽ; ഇൻ മലപ്പുറം, മലപ്പുറത്ത്; ഇൻ കൊച്ചി, കൊച്ചിയിൽ. എൻക്ലോസ്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉള്ള ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ അകത്ത് എന്ന് പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? in യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിന്റെ അകത്ത്; ഇൻ ദ പാർക്ക്, പാർക്കിന്റെ ഉള്ളിൽ. ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് എന്ന അർത്ഥത്തിൽ, അതിന്റെ ഇൻസൈഡ് എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? in യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദി ഓഫീസ്, ഓഫീസിനുള്ളിൽ; ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനകത്ത്; ഇൻ ദ സൂപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിനുള്ളിൽ. ഗ്രൂപ്പ്സ് ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് in യൂസ് ചെയ്യാം, ആ ഗ്രൂപ്പിൽ എന്ന അർത്ഥത്തിൽ. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ക്ലാസ്, ക്ലാസ്സിനുള്ളിൽ; ഇൻ ദ ടീം, ടീമിനുള്ളിൽ. ഇനി നമുക്ക് in വെച്ചിട്ട് മൂന്നാല് സെന്റൻസുകൾ നോക്കാം. ഷീസ് ഇൻ ദ റൂം. അവൾ റൂമിനകത്താണുള്ളത്. ഷീസ് ഇൻ ദ റൂം. അവൾ റൂമിന്റെ ഉള്ളിലാണുള്ളത്. ബുക്ക് ഇസ് ഇൻ ദ ഷെൽഫ്. ബുക്ക് ഷെൽഫിന്റെ ഉള്ളിലാണുള്ളത്. ദ ബുക്ക് ഇസ് ഇൻ ദ ഷെൽഫ്. ഷെൽഫിനകത്ത് നിന്ന് കാണിക്കാൻ നമുക്ക് അവിടെ in യൂസ് ചെയ്യാം. ദ ബുക്ക് ഇസ് ഇൻ ദ ഷെൽഫ്. ഹി ലിവ്സ് ഇൻ കോഴിക്കോട്. അവൻ കോഴിക്കോടാണ് ജീവിക്കുന്നത്. അവൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. അവിടെ ജില്ലയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്ത് യൂസ് ചെയ്യാം? in യൂസ് ചെയ്യാം. He lives in കോഴിക്കോട്. മറ്റൊരു എക്സാമ്പിൾ, the children are in the park. കുട്ടികൾ പാർക്കിന്റെ ഉള്ളിലുള്ളത്. the children are in the park. പാർക്കിനകത്താണ് കുട്ടികളുള്ളത്. പാർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു ബൗണ്ടറി ഉണ്ടാവും. അപ്പൊ ആ ഏരിയക്കുള്ളിൽ എന്ന അർത്ഥത്തിൽ in the park എന്ന് നമ്മൾ പറഞ്ഞു. ഇനി on എന്ന പ്രിപ്പോസിഷൻ എവിടേക്കാണ് യൂസ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. ഒരു വസ്തുവിന്റെ സർഫസിൽ, ഉപരിതലത്തിൽ എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? on യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, on the table, മേശപ്പുറത്ത്; on the wall, ചുമരിന്റെ മേലെ; on the roof, മേൽക്കൂരയിൽ. റോഡ്സും സ്ട്രീറ്റ്സും ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? on യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, on MG റോഡ്, on the highway. അതുപോലെ ഫ്ലോറുകളൊക്കെ പറയുന്ന സമയത്ത്, അതായത് ഒരു ബിൽഡിങ്ങിന്റെ ഇത്രാമത്തെ നിലയിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? on യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, on the first floor, on the second floor. ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാഹനത്തിന്റെ അകത്ത് എന്ന് പറയുന്ന സമയത്ത് ചില വാഹനങ്ങളുടെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യാം? on ആണ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, on the bus, on the train, on the plane. ഇവിടെയൊക്കെ on ഉപയോഗിക്കാനുള്ള കാരണം, വലിയ പ്ലാറ്റ്ഫോമുള്ള, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ പ്ലാറ്റ്ഫോമുകളുള്ള വലിയ വണ്ടികളാകുമ്പോൾ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? on ആണ് യൂസ് ചെയ്യുക. അവിടെ ബസ്സിനകത്ത് അല്ലെങ്കിൽ ട്രെയിനകത്ത് എന്ന് തന്നെയാണ് ഉദ്ദേശം, പക്ഷെ അവിടെ on ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്ക്രീനിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? on യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, on TV, on YouTube, on Instagram, on Facebook. അതുപോലെ നമ്മൾ ബോഡി പാർട്സ് ഒക്കെ പറയുന്ന സമയത്ത് അതിന്റെ ഉപരിതലത്തിൽ എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? on യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, on your hand, on my head. വെച്ചിട്ട് നമുക്ക് മൂന്നാല് എക്സാമ്പിൾസ് നോക്കാം. The phone is on the table. ഫോണ് മേശപ്പുറത്താണുള്ളത് അല്ലെ. അതിന്റെ ഉപരിതലം, അതിന്റെ സർഫസ് എന്ന അർത്ഥത്തിൽ നമുക്ക് on യൂസ് ചെയ്യാം. The phone is on the table. ഫോൺ മേശപ്പുറത്താണുള്ളത്. അതുപോലെ the picture is on the wall. ആ പിക്ചർ എവിടെയുള്ളത്? ചുമരിന്റെ മേലെയാണുള്ളത്. അപ്പൊ ചുമരിന്റെ മേലെ എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? on യൂസ് ചെയ്യാം. The picture is on the wall. മറ്റൊരു എക്സാമ്പിൾ, he is on a bus. അവനൊരു ബസ്സിനകത്താണുള്ളത്. he is on a bus. അവിടെ അകത്ത് എന്ന അർത്ഥത്തിൽ on ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം
വലിയ പ്ലാറ്റ്ഫോം ആണല്ലേ ബസ്സിനുള്ളത്. അപ്പൊ നമുക്ക് ചുമ്മാ ഇരിക്കാൻ വേണ്ടി മാത്രമല്ല, അതിൽ നിൽക്കാനും നടക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ വണ്ടികൾ പറയുന്ന സമയത്ത് നമ്മൾ ഇൻ അല്ല യൂസ് ചെയ്യുക, ഓൺ ആണ് യൂസ് ചെയ്യുക. അതൊരു യാത്ര ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഓൺ യൂസ് ചെയ്യുന്നത്. ആ ബസ്സിനെ ഒരു വസ്തുവായിട്ട്, ഒരു കണ്ടെയ്നറായിട്ട് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം അതിന്റെ അകത്തുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ഇൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മൈ ഫോൺ ഇസ് ഇൻ ദ ബസ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ യാത്ര ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ നമ്മൾ ബസ്സിനകത്തുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ആം ഓൺ ദ ബസ് എന്നാണ്. ഇനി എവിടെയൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒരു എക്സാക്ട് ലൊക്കേഷൻ, ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അറ്റ് ദ ഗേറ്റ്, ഗേറ്റിന്റെ അടുത്ത്; അറ്റ് ദ ഡോർ, ഡോറിന്റെ അടുത്ത്; അറ്റ് ദ കോർണർ, മൂലയിൽ. ഇനി ചില ലാൻഡ് മാർക്സ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യാം? അറ്റാണ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിൽ; അറ്റ് ദി എയർപോർട്ട്, എയർപോർട്ടിൽ; അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത്, സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? അറ്റ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അറ്റ് സ്കൂൾ, സ്കൂളിൽ; അറ്റ് കോളേജ്, കോളേജിൽ; അറ്റ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ; അറ്റ് വർക്ക്, ജോലിയിൽ. ഇവന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ചില ഈവന്റുകളിലാണ് നമ്മൾ ഉള്ളത് എന്ന് പറയാൻ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? അറ്റ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അറ്റ് ദ മീറ്റിംഗ്, മീറ്റിംഗിൽ; അറ്റ് ദ വെഡിങ്, വെഡിങ്ങിൽ; അറ്റ് ദ പാർട്ടി, പാർട്ടിയിൽ. 2-3 എക്സാമ്പിൾസ് നോക്കാം. ഐ ആം വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ഞാൻ കാത്തിരിക്കുകയാണ് എവിടെ? അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ, ഷീ ഈസ് അറ്റ് സ്കൂൾ, അവൾ എവിടെയുള്ളത്? ഷീ ഈസ് അറ്റ് സ്കൂൾ, അവൾ സ്കൂളിലുള്ളത്. ഷീ ഈസ് അറ്റ് സ്കൂൾ. നെക്സ്റ്റ് വൺ, വി മെറ്റ് അറ്റ് ദ പാർട്ടി, നമ്മൾ കണ്ടുമുട്ടിയത് പാർട്ടിയിൽ വെച്ചാണ്. വി മെറ്റ് അറ്റ് ദ പാർട്ടി, പാർട്ടിയിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഇനി അറ്റിന്റെയും ഓണിന്റെയും ഇന്നിന്റെയും ചെറിയൊരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, ഹി ഈസ് ഇൻ ദി ഓഫീസ്, അവൻ ഓഫീസിനകത്താണുള്ളത്. അപ്പൊ അവിടെ ഇൻസൈഡ് എന്ന അർത്ഥത്തിൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്തു. ഹി ഈസ് ഇൻ ദി ഓഫീസ്. ഇനി ഹി ഈസ് അറ്റ് ദ ഓഫീസ് എന്ന് പറഞ്ഞാലോ അവിടെ നമ്മൾ ഒരു ലൊക്കേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടെ അറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹി ഈസ് അറ്റ് ദ ഓഫീസ്, അതായത് അവൻ ഓഫീസിന്റെ ആ പരിസര പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ ആ ലൊക്കേഷൻ, ആ ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്തു. ഇനി ഹി ഈസ് ഓൺ ദ റൂഫ്, അവൻ മേൽക്കൂരയിലാണുള്ളത്, അവിടെ ഒരു സർഫസ് ആണ് അല്ലെ, ഒരു ഉപരിതലം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഓൺ യൂസ് ചെയ്തു. ഹി ഈസ് ഓൺ ദ റൂഫ്. ഒന്നിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ യൂസ് ചെയ്യാം, ഒരു ഉപരിതലത്തിൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഓൺ യൂസ് ചെയ്യാം, ഒരു ലൊക്കേഷൻ, ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. 2 എക്സാമ്പിൾസ് കൂടി നോക്കാം. ദ ബുക്ക് ഇസ് ഇൻ ദ ഷെൽഫ്, ബുക്ക് ഷെൽഫിന്റെ അകത്താണുള്ളത്. ദ ബുക്ക് ഇസ് ഇൻ ദ ഷെൽഫ്, അവിടെ ഇൻസൈഡ് എന്ന അർത്ഥം കൊടുക്കാൻ നമ്മൾ ഇൻ യൂസ് ചെയ്തു. ദ ബുക്ക് ഇസ് ഇൻ ദ ഷെൽഫ്. ഇത് ഓൺ വെച്ചിട്ട് എങ്ങനെ പറയാം? ദ ബുക്ക് ഇസ് ഓൺ ദ ഷെൽഫ്, അവിടെ ഉദ്ദേശിക്കുന്നത് ഷെൽഫിന്റെ ഉള്ളിൽ എന്നല്ല, ആ ഷെൽഫിന്റെ ഉപരിതലത്തിൽ എന്നാണ്. ദ ബുക്ക് ഇസ് ഓൺ ദ ഷെൽഫ്, അതിന്റെ ടോപ്പിലാണ് ബുക്ക് ഉള്ളത് എന്ന അർത്ഥത്തിൽ, അതിന്റെ സർഫസിലാണ് ബുക്ക് ഉള്ളത് എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഓൺ യൂസ് ചെയ്തു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പൊതുവെ ചില സ്റ്റുഡൻസ് ഒക്കെ വരുത്തുന്ന കോമൺ ആയിട്ടുള്ള ചില മിസ്റ്റേക്സ് ഒന്ന് നോക്കാം. അറ്റ് കേരള, നോ, ഇൻ കേരള എന്ന് വേണം പറയാൻ. അറ്റ് കേരള നമ്മൾ പറയില്ല, ഇൻ കേരള എന്നാണ് പറയാ. ഓൺ ഇന്ത്യ, നോ, ഇൻ ഇന്ത്യ. ഓൺ ഇന്ത്യ എന്ന് പറയില്ല, ഇൻ ഇന്ത്യ എന്നാണ് പറയാ. അതുപോലെ ഇൻ ദ വാൾ, ദാറ്റ്സ് റോങ്. ഓൺ ദ വാൾ, ഉപരിതലത്തിൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ വാൾ തെറ്റാണ്, ഓൺ ദ വാൾ എന്നാണ് നമ്മൾ പറയാം. അതുപോലെ ഓൺ ദ സ്കൂൾ, നോ, അറ്റ് ദ സ്കൂൾ, അവിടെ ഒരു ലൊക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഓൺ ദ സ്കൂൾ നമ്മൾ പറയില്ല, അറ്റ് ദ സ്കൂൾ. അതുപോലെ ഇൻ ദ ബസ്, ഇൻ ദ ബസ് എന്നല്ല നമ്മൾ പറയാം, ഓൺ ദ ബസ് എന്നാണ് പറയാം. ഇൻ ദ ബസ് നമുക്ക് പറയാം എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു അതിന്റെ അകത്തുണ്ട് എന്ന അർത്ഥത്തിൽ, ഒരു കണ്ടെയ്നർ ആയിട്ട്, ഒരു വസ്തുവായിട്ട് ബസ്സിനെ കണ്ടുകൊണ്ട് അതിന്റെ അകത്തുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ യൂസ് ചെയ്യാം. പക്ഷെ ട്രാവൽ ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും ഓൺ ആണ്. സോ ഓൺ ദ ബസ് ഇസ് കറക്റ്റ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു മിനി ടെസ്റ്റ് ആണ് തരാൻ പോകുന്നത്. ഞാൻ 5-6 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ വിട്ട ഭാഗം നിങ്ങൾ പൂരിപ്പിക്കണം. അറ്റാണോ, ഓൺ ആണോ, ഇൻ ആണോ എന്ന് നിങ്ങൾ പറയണം. കാരണം നിങ്ങൾ ഇത്ര നേരം വീഡിയോ കണ്ടതിൽ നിന്ന് എവിടേക്കാണ് അറ്റ്, എവിടേക്കാണ് ഇൻ, എവിടേക്കാണ് ഓൺ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the cat is dash the table. The cat is dash the table. The cat is on the table. ആ മേശയുടെ പുറത്ത്, അതിന്റെ സർഫസിൽ ആണ്, ആ ഉപരിതലത്തിലാണ് കാറ്റ് ഉള്ളത് അല്ലെ. സോ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഓൺ യൂസ് ചെയ്യണം. The cat is on the table. അടുത്ത ചോദ്യം, she lives dash Kannur. She lives dash Kannur. She lives in Kannur. കാരണം നമ്മൾ ഡിസ്ട്രിക്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ്, കൺട്രി, സിറ്റീസ് ഒക്കെ പറയുന്ന സമയത്ത് എന്താ യൂസ് ചെയ്യാം? ഇന്നാണ് യൂസ് ചെയ്യുക. സോ she lives in Kannur. അടുത്ത ക്വസ്റ്റ്യൻ, ഐ എം വെയിറ്റിംഗ് ഡാഷ് ദ ബസ് സ്റ്റോപ്പ്. ഐ എം വെയിറ്റിംഗ് ഡാഷ് ദ ബസ് സ്റ്റോപ്പ്. ഐ എം വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഒരു എക്സാക്ട് ലൊക്കേഷൻ ആണ് ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലെ. മാത്രമല്ല പബ്ലിക് പ്ലേസസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യാം?
അറ്റാണ് യൂസ് ചെയ്യുക അല്ലെ, അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, അറ്റ് ദി എയർപോർട്ട്, അതുപോലെ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കീസ് ആർ ഡാഷ് മൈ ബാഗ്. ദ കീസ് ആർ ഡാഷ് മൈ ബാഗ്. ദ കീസ് ആർ ഇൻ മൈ ബാഗ്. കാരണം ബാഗിന്റെ ഉള്ളിൽ, അതിന്റെ അകത്ത് എന്നാണ് ഉദ്ദേശം അല്ലെ. അപ്പൊ ഇൻസൈഡ് എന്ന അർത്ഥത്തിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഇൻ ആണ് യൂസ് ചെയ്യുക. സോ ദ കീസ് ആർ ഇൻ മൈ ബാഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോട്ടോ ഇസ് ഡാഷ് ദ വോൾ. ദ ഫോട്ടോ ഇസ് ഡാഷ് ദ വോൾ. ദ ഫോട്ടോ ഇസ് ഓൺ ദ വോൾ അല്ലെ, ചുമരിന്റെ മേലെ, ആ ഒരു സർഫസിൽ ആണ് ഉദ്ദേശം. സോ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഓൺ യൂസ് ചെയ്യണം. ദ ഫോട്ടോ ഇസ് ഓൺ ദ wall. Last question. He is dash school now. He is dash school now. He is at school now. അവനിപ്പം സ്കൂളിലാണ് ഉള്ളത്. അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുക? at ആണ് യൂസ് ചെയ്യുക. He is at school now. ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ്, അറ്റ്, ഓൺ, ഇൻ, സ്ഥലത്തിന്റെ കാര്യത്തിൽ എവിടേക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.